കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോര് തുടരുന്നു. രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പനെ മുൻനിർത്തി അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചു. ഓഗസ്റ്റ് 14-നാണ് യോഗം. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ആവശ്യം അവഗണിച്ചാണ് വൈസ് ചാൻസലറുടെ നീക്കം. കേരള സർവകലാശാലയിലെ പ്രതിഷേധ സമരങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങൾ വിജിൻ വായന്തോട് നൽകും. വിജിൻ, ഇത് കൂടുതൽ സങ്കീർണമാവുകയാണോ കേരളയിലെ പ്രശ്നം? അജിംസ്, തീർച്ചയായും ഒരു പടി കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഈ കേരളയിലെ പ്രശ്നം. അതായത് സിൻഡിക്കേറ്റും വി സിയും തമ്മിൽ നിലനിന്ന പോര് അത് ഒരു പടി കൂടി കടന്ന് കൂടുതൽ അക്കാഡമിക കാര്യങ്ങളിലേക്ക് കൂടി ഇടപെടുന്ന നിലയിലേക്ക് വി സി നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും രജിസ്ട്രാർ ഇൻചാർജിനെ കൊണ്ടാണ് ഇത്തരത്തിൽ അക്കാഡമിക് കൗൺസിൽ യോഗം വിളിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ സൈൻ ചെയ്തിരിക്കുന്നതും ഇൻചാർജായി വി സി നിയോഗിച്ച മിനി കാപ്പനാണ്. രജിസ്ട്രാറായി അനിൽകുമാർ തുടരുന്നതിനിടയിലാണ് വി സിയുടെ പുതിയ നീക്കം. ഇന്നലെ ഈ വിദേശ വിദ്യാർത്ഥികൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഓൺലൈൻ യോഗത്തിലും ഇൻചാർജായ മിനി കാപ്പനെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. അതിൽ രജിസ്ട്രാർ പങ്കെടുത്തിരുന്നു. പക്ഷേ രജിസ്ട്രാറുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള തരത്തിലാണെന്ന് വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ മറ്റൊരാൾക്ക് ചുമതല നൽകിയുള്ളൊരു നീക്കത്തിലേക്കാണ് നിലവിൽ വി സി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കടുത്ത പോരിലേക്ക് തന്നെ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം കാണണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം എന്ന ആവശ്യമായിരുന്നു നേരത്തെ പലതവണയായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട